ചെല്ലാനം മുതൽ കൊച്ചി വരെയുള്ള കടൽ തീരത്ത് കടലിൻ്റെ ആക്രമണം മൂലം അല്ലെങ്കിൽ തീര ശോഷണം മൂലം കെടുതി അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് വർഷങ്ങൾ പഴക്കമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഗവൺമെൻറ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെല്ലാനം ഭാഗത്ത് കടൽ ഭിത്തി പണിയാൻ ആരംഭിച്ചത്. പക്ഷേ 7 കിലോമീറ്റർ മാത്രമേ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കണ്ണമാലിക്കടുത്ത് പുത്തൻതോട് മുതൽ കൊച്ചി വരെയുള്ള ബാക്കി ഭാഗം ഏകദേശം 13 കിലോമീറ്റർ ദൂരം ഈ കാലവർഷത്തിലും അതിദയനീയമായ അതിഭയങ്കരമായ കടൽക്ഷോഭത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ വീടുകളുടെ മുൻപിലും വീടിനകത്തും കടൽ മണ്ണ് അടിഞ്ഞുകൂടുന്നു. ഇവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കാലവർഷത്തിലും തുടരുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് നേരത്തെ ചെല്ലാനത്ത് 7 കിലോമീറ്റർ പൂർത്തീകരിച്ച ആ കടൽ ഭിത്തി നിർമ്മാണം, അതും ഭാഗികമായിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ കടൽ ഭിത്തിയുടെ പദ്ധതിയിൽ തന്നെ ഇടവേളകളിൽ പുലിമുട്ട് നിർമ്മിക്കുകയും ആ പുലിമുട്ടുകൾക്കിടയിൽ മണ്ണ് നിറച്ച് ബീച്ച് നരീഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ പ്രവൃത്തി കൂടെ ബാക്കിയുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും 13 കിലോമീറ്റർ ദൂരത്തേക്ക് കൊച്ചി വരെയുള്ള ഭാഗത്തേക്ക് നീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രദേശം വീണ്ടും അസഹനീയമായ അല്ലെങ്കിൽ അതിദയനീയമായ കടൽക്ഷോഭത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് സത്വരമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഈ കാലവർഷത്തിലും അടുത്ത കാലവർഷങ്ങളിലും ഈ ദയനീയമായ നടപടികൾ അല്ലെങ്കിൽ ഈ ദുരന്തം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ്റിൻ്റെ അടിയന്തര നടപടി ഈ കാര്യത്തിൽ ആവശ്യമാണ്. ആളുകളിലൂടെ വെള്ളത്തിൽ പണ്ടുണ്ടായിട്ട് പോലും കിടന്ന് ഒഴുകുകയാണ് ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടി ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണിത്. സർക്കാർ ഈ വിഷയത്തിൽ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് എത്രമാത്രം ഇതിന് കാലതാമസം വരുത്തുന്നുവോ അത്രയ്ക്ക് ഭീതിജനകമായി മാറുകയാണ് ഈ പ്രദേശത്തെ ആളുകളുടെ അവസ്ഥ. ഇത് കൊച്ചിയുടെ മാത്രം അവസ്ഥയല്ല, കേരളത്തിലെ മുഴുവൻ തീരപ്രദേശവും സംരക്ഷിക്കപ്പെടാനുള്ളൊരു ബാധ്യത സർക്കാരിനുണ്ട്. അതിനുവേണ്ടി ഫണ്ട് വകയിരുത്താനുള്ള ബാധ്യതയുമുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പൊതുസമൂഹം ഇനി ഇതിൽ ഇടപെട്ട് ഇതൊരു ജനകീയ വിഷയമാക്കി മാറേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇവിടുത്തെ ആളുകളുടെ മാത്രം അവർ തന്നെ ഇപ്പോൾ പല ഘട്ടങ്ങളായി പല വിഭാഗങ്ങളായിട്ടും പല കൂട്ടായിട്ടുമൊക്കെ ഒരുപാട് ദിവസങ്ങളായി സമരം ചെയ്യുന്നത്. പക്ഷേ ഇനിയും ഈ സമരം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ അടുത്ത ദുരന്തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഈ വിഷയത്തിൽ കോടതിയിൽ കേസ് കുറേ നാളുകളായിട്ടുണ്ട്. ആ കേസിൻ്റെയൊക്കെ ഭാഗമായിട്ടും അത് തുടരുന്ന സമയത്തുമാണ് ആകെ 17 കിലോമീറ്ററിൽ 7.35 കിലോമീറ്റർ മാത്രം ടെട്രോപാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഗ്രോയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പൂർത്തിയാക്കുമെന്ന് കോടതി ചോദിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്നത് ഇവിടെ പൂർത്തിയായ ഭാഗങ്ങളുടെ ഫോട്ടോയും നടപ്പാതയും ഒക്കെ കാണിച്ച് ഇവിടെ എല്ലാം ഭംഗിയായി ഇനി യാതൊരു വിഷയവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ ഇനിയും വിഷയങ്ങളുണ്ട് എന്ന് പറയാൻ ഈ പ്രദേശത്തെ എല്ലാ ഭരണകൂടങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രദേശത്തെ ലോക്കൽ ബോഡി ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ള ആരൊക്കെ ഇതിനെ സ്വാധീനം ചെലുത്താൻ പറ്റുമോ അവരൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ അതിഭീകരമായ അവസ്ഥയിലാണ്, ഇവിടെ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകും. അത് തടയണം എന്നൊരു നിലപാടിലേക്ക് സർക്കാർ വരണമെങ്കിൽ, കോടതികൾ വരണമെങ്കിൽ യഥാർത്ഥ ചിത്രം അവരുടെയൊക്കെ മുന്നിലേക്ക്, അധികാര കേന്ദ്രങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെയും പൊതുസമൂഹത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ശ്രദ്ധയും ഈ വിഷയത്തിൽ ഈ പ്രദേശവാസികളോടൊപ്പം ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചെറിയകടവ് പ്രദേശം ചെല്ലാനം പഞ്ചായത്തിലാണ്. ചെല്ലാനം പ്രദേശം മുഴുവൻ റെഡിയായിട്ടില്ല ഇപ്പോഴും. സർക്കാരും മറ്റ് തൽപര കക്ഷികളും പറയുന്നത് ചെല്ലാനം സൂപ്പറായെന്നാണ്. പക്ഷേ ചെല്ലാനം എന്ന് പറയുന്നത് ഈ 7 കിലോമീറ്ററിൽ ഉൾപ്പെടുന്ന ടെട്രാപോഡ് മാത്രമല്ല, ഇനിയും ഒരു 13 കിലോമീറ്ററോളം കൂടെ ഉൾപ്പെടുമ്പോഴാണ് ചെല്ലാനം പ്രദേശം സുരക്ഷിതമാവുക. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് കടൽ തീരത്തിനടുത്താണ്. ഇവിടെ 1-2 വീടുകൾ ഇനി ഒട്ടും വാസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് തകർന്ന്, കുറച്ച് കാശ് കിട്ടുമ്പോൾ അവർ തകർന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്ത് വീണ്ടും ശരിയാക്കും. അടുത്ത കടലിന് അത് വീണ്ടും പോകും. പ്രതീക്ഷയോടെ ചെയ്യുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുള്ള വീടുകളുണ്ട്. രാത്രി കടലേറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെങ്ങോട്ട് പോകാനാണ്? എല്ലാവരും ഇതറിയണം. നമ്മളിതൊരു പൊതുവിഷയമാണ്. നമ്മൾ കടലിൻ്റെ മക്കൾ, മത്സ്യത്തൊഴിലാളികളെ
സൈനികരെന്ന് വിളിച്ച, കേരളത്തിൻ്റെ സൈന്യമെന്ന് വിളിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2018 പ്രളയത്തിനൊക്കെ. ഇവരൊക്കെയാണ് ഒരുപാട് ഇടങ്ങളിലേക്ക് വള്ളവുമൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഇവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. കടൽ നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ കടൽ തീരത്ത് വസിക്കുന്നവർ നമ്മുടെ സ്വന്തമായിട്ട് കാണണം. അതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം. കുറച്ച് ഭാഗം മാത്രം കൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ജിയോ ബാഗ് നിറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷേ ഇവർ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വീടൊക്കെ വെച്ച സമയത്ത് ഏതാണ്ട് 500 മീറ്റർ വരെ അകലേക്ക് ആയിരുന്നു കടലെന്നൊക്കെയാണ്. അപ്പോൾ തീരെ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരത്തിന് ടെട്രാപോഡ്, കടൽ ഭിത്തി, കരിങ്കല് കടൽ ഭിത്തി, പുലിമുട്ടുകൾ, പിന്നെ ബീച്ച് നറിഷ്മെൻറ്റ്. ഈ കടലിൻ്റെ ഭിത്തിയുടെ അപ്പുറത്തെ ഭാഗത്ത് എക്കലും മണലുമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റായിട്ട് പുറങ്ങളിൽ തള്ളുമ്പോൾ അതിവിടെ ഇടുക. അപ്പോൾ അങ്ങനെ അവിടെ ബീച്ച് നറിഷ്മെൻറ്റ് നടക്കണം. അപ്പോൾ തീരത്തേക്ക് തിരമാലകൾ വരുന്നത് കുറയും. അപ്പോൾ അങ്ങനെ കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയും കടൽ ഭിത്തിയും എല്ലാം സംരക്ഷിക്കപ്പെടും. അങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനത്തിലൂടെ ഉറങ്ങാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. വഴികളിലൂടെ വെള്ളം ഒഴുകുന്നു, വീടുകളിലൂടെ വെള്ളം ഒഴുകുന്നു. ഇപ്പോൾ 5-8 വർഷങ്ങൾക്ക് മുൻപ് പണിത വീടുകളൊക്കെ ഇപ്പോൾ വളരെ താഴ്ന്ന് വീടിനകത്തൊരു വെള്ളം കയറുന്നു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിൽ ചെറിയ കടവ് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഇവിടെ വലിയ ദുരന്തമാണ് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. കടൽ കയറിയിട്ട് ഇവരുടെയൊക്കെ വീടുകൾ ആകെ മോശം സ്ഥിതിയിലാണ്. ഒരു വീട്ടമ്മ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കടൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ പെൺകൊച്ചുങ്ങളായിട്ടൊക്കെയാണ് ഞങ്ങളുടെ ബാത്റൂമിൽ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് വേറെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കല്ല് ഞങ്ങളുടെ ബാക്കിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സമയം ഇപ്പം അവിടെ കിടക്കുന്ന കല്ലാണെങ്കിൽ ഓരോ തിരക്കും വന്ന് ഞങ്ങളുടെ പെരയുടെ പുറത്തേക്ക് വന്നാണ് വീഴുകൊണ്ടിരിക്കുന്നത്. ആ കല്ല് ഇതേ അവിടെ വീണ് കിടപ്പുണ്ട്. വലിയ സീവാളാണ് വന്ന് വീഴുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉള്ള ദുരിതമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരാളിനും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയും ആരും കണ്ട. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സഹായമായിട്ടുള്ളത് ഞങ്ങളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് പള്ളി തുറന്നു തന്നെ ഞങ്ങൾ അതിനകത്ത് കയറി കിടന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. ഞങ്ങൾ ഇതിനകത്ത് തന്നെയൊക്കെ കൊച്ചുങ്ങളായിട്ട് കിടക്കണേ. അപ്പോൾ ദൈവത്തെ ഓർത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് കല്ല് തന്നെ, വേറെ ഒന്നും വേണ്ട. ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാറേ. ഇതാര് കണ്ടാലും ഞങ്ങൾക്ക് കുറച്ച് കല്ല് മാത്രം മതി, വേറെ ഒന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അത്രയും വിഷമമുണ്ട്. ഈ ജനിച്ച കാലം മുതൽ ഇത് കാണുന്നതിന് ഞാനിവിടെ കിടന്നു. ഞാനിവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ കുഞ്ഞുങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥ. കല്ലൊക്കെ വന്ന് മേത്തായിട്ട് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദുരന്തം കണ്ടുകൊണ്ടിരിക്കുന്നതിന്. എങ്കിലും ഞാൻ പറയുന്നതാണ്, ആര് കണ്ടാലും ഞങ്ങൾക്ക് കുറച്ച് കല്ല് ചെല്ലാന്ത് ചെയ്ത് തന്നെ പോലെ പറയണില്ല. ഞങ്ങൾ തൽക്കാല ആശ്വാസത്തിന് ഞങ്ങൾക്ക് കുറച്ച് കല്ല് ആ കടപ്പുറത്തിട്ട് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. ഞങ്ങൾ ഒറ്റക്കൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കണം. ഞാനാണെങ്കിൽ ഒരു വിധവയാണ്. എനിക്ക് പിറക്കാത്തൊക്കെ വെള്ളം കയറുന്നത്. ഇപ്പം ഇരിക്കുന്നത് ഈ കൊലായി കയറി ഇരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇരിക്കാനും കൂടി പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും മുങ്ങിപ്പോയി സാറേ. ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഗവൺമെന്റ് ഞങ്ങൾക്ക് കല്ലിട്ട് തന്നിട്ട് മതി. കൊച്ചുങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ട് +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വെക്കാൻ ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കൊച്ചുങ്ങളൊക്കെ അകത്തുണ്ട്. അവരുടെ ഇപ്പോൾ പെട്ടെന്ന് തീർന്ന് സീറ്റൊക്കെ ഒന്നും ഇല്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇന്നലെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരാഴ്ചയായിട്ട് ഞങ്ങളകത്ത് തന്നെ ഇറങ്ങാൻ പേടിയായിരുന്നു. പിടിച്ചാണ് എൻ്റെ മക്കൾ ആ കൊച്ചു ഇപ്പം പറഞ്ഞ വെച്ച് എന്നെ പിടിച്ചിട്ട് എല്ലാവരും കൂടി എന്നെ എൻ്റെ അകത്തോട്ട് കയറ്റത്. അത്ര അവസ്ഥയും ഇത്രയും വെള്ളത്തിലാണ്. വീട് കുറച്ച് സൈഡ് കണ്ട ഒട്ടും കല്ലില്ല. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റണില്ല. പിള്ളേരൊക്കെ ഒന്ന് എവിടെയും പോകണത് കടൽ വന്ന് മേത്തിട്ട് കുത്തിയിട്ട് ഇളയതിന് ഇപ്പം ഈ സൈഡ് മൊത്തം വേദനയാണ്. മണ്ണും എല്ലാം കൂടെ ഒന്ന് മുതുകത്തോന്ന് വീണിട്ട് അതുപോലെ ഞങ്ങൾ കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ ഓരോ കൂട്ടത്തിന് അലോട്ട്മെൻറ്റ് വെക്കാൻ പോയിട്ട് ഓരോരോ കോളേജെല്ലാം പോയി തീർന്ന് ഞങ്ങൾ ഇന്നലെ ചെന്നിട്ട് ഇപ്പം ഞങ്ങൾ മറ്റേ അതൊക്കെ എല്ലാം അപേക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ അത് പാസ്സായി വരുമ്പോഴത്തേക്കും എല്ലാം തീർന്ന് സീറ്റൊന്നും ഉണ്ടാകില്ല കൊച്ചുങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡിഗ്രിക്ക് 2 പെൺകൊച്ചിനും ചേർത്തുണ്ട്. 2 പേർക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അശ്ശേരി എല്ലാ സീറ്റും കുറേയൊക്കെ തീർന്ന് ക്ലോസ് ചെയ്ത് പോയ സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായിപ്പെടുത്തണം. അതിന് പിള്ളേരൊക്കെ ഞങ്ങൾക്ക് പിന്നെയും ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പറയാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ചെന്നിട്ട് അത് കോളേജിൽ പോകാൻ അങ്ങനെയൊക്കെ അറിയില്ല. അതൊക്കെ ഒന്ന് ഇതാക്കി തന്നെ ഞങ്ങൾക്കൊന്ന് ആളുകളുടെ ശ്രദ്ധയിൽ പെടുത്താം. ഇന്നലെയൊക്കെ ഞങ്ങൾ ചായ ഇളപ്പിച്ച് കുടിക്കാൻ കൊടുത്തില്ല. വലിയൊരു ഉപകാരം എന്താ, ഉച്ചനേരത്ത് വരെ ഇവിടെ ചോറ് എല്ലാവരും കൂടി തന്നു.
ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ ഇത്രയും വെള്ളത്തിൽ നടക്കണൊക്കെ നിൽക്കുന്നത് ഇന്നത്തെ പ്രായമായ ആൾക്കാരാണ് കിടക്കരുത്. വേറെ സാധനങ്ങളൊക്കെ ഒഴുകി ഹിന്ദുക്കളൊക്കെ വലിയ വിചാരി വലിയ മണ്ണുള്ള പഴുതാരക്കണം മതിലൊക്കെ വന്നിരിക്കണത് വെള്ളത്തിൽ കൂടെ അകത്ത് കയറണത് നടക്കാം. കുറച്ച് കല്ല് ഞങ്ങൾക്കൊന്ന് ഇവിടെ ഇട്ട് തന്നാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞെന്നാണല്ല ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് പഞ്ചായത്ത് ഹൈക്കോടതിയിൽ പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവരിവിടെ വന്ന് അന്വേഷിക്കണമുണ്ട്. അല്ല, അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ഇപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പം നിൽക്കണില്ല. ചാക്കൊക്കെ വെച്ചത് പോയി. ചാക്ക് നല്ല പൊക്കത്തിൽ വെച്ചാൽ അതെല്ലാം ഇടിച്ച് താഴ്ത്തിട്ട് അത് പിന്നെ എല്ലാം എൻ്റെ പേരുടെ പുറകെ വന്ന് കിടപ്പുണ്ടെല്ലാം ചാക്കല്ല. ഇപ്പോൾ വലിയ ചവറും എല്ലാം കൂടി ഒന്ന് പേര് താങ്ങി നിൽക്കണേ. പേരെ കിടക്കാൻ പറ്റില്ല. പേരക്കിട്ട വന്നിരിക്കുന്ന കടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കുറച്ച് താൽക്കാലികമായിട്ട് കുറച്ച് കല്ല് കൊണ്ടുവന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ സമാധാനമായി. ഞങ്ങളിപ്പോൾ കടമാലെ കമ്പനിപ്പടി ഗ്യാപ്പിന് സമീപമാണ് നിൽക്കുന്നത്. ഞങ്ങൾ കടലേറ്റ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കി അവിടുത്തെ ഇന്നത്തെ അവസ്ഥകൾ നിരീക്ഷിച്ചതിന് ശേഷം പൊതുജന സമൂഹത്തോടും ഞങ്ങളുടെ ഭരണ അധികാരികളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ നാട്ടിലെ കടലേറ്റ സമയത്തുണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്നുള്ള തീവ്രമായ ആവശ്യം പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങളുടെ ഭരണാധികാരികളുടെ മുമ്പിൽ ഉണർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ കാര്യം ഗൗരവത്തോടുകൂടെ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഭരണാധികാരികൾ ഏറ്റെടുക്കാത്തത് ഏറെ സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു കാര്യമാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കണമെന്ന് ഞങ്ങൾ KLC പ്രസ്ഥാനം പൊതുസമൂഹത്തോട്, രാഷ്ട്രീയ ഭരണ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നത് ടെട്രപ്പോഡ് നിർമ്മാണം പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ദേശത്തെ ജനത്തിൻ്റെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക, ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഗവൺമെൻറ് കണക്കിലെടുക്കാറില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തങ്ങൾ അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന ഓരോ വീട്ടു സാമഗ്രികളും ഓരോ കാലവർഷം കഴിയുമ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ ഇവിടുത്തെ വീടുകളും സാമഗ്രികളൊക്കെ ഗവൺമെൻറ് പൂർണ്ണമായിട്ട് ഇൻഷുറൻസ് ചെയ്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒപ്പം നിൽക്കണമെന്ന്, അവിടെ ദുഃഖത്തോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കടലോരത്ത് വസിക്കുന്ന ജനങ്ങൾ കാലവർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇത്രയേറെ ഭീമമായ ഒരു ദുരന്തത്തിലേക്ക് മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുവാനായിട്ടുള്ള ധീരത ഗവൺമെൻറ് സംവിധാനങ്ങൾ എടുക്കണമെന്ന് ഇത്തരണത്തിൽ ആവശ്യപ്പെട്ടുകൊള്ളുന്നു. 8ാം വാർഡ് ശ്രീരാമക്ഷേത്രം എന്നൊക്കെ പറയുന്ന TV-യിലൊക്കെ കാണുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് എപ്പോഴും ശക്തമായിട്ട് കടൽക്ഷോഭം ഉണ്ടാവുകയും സ്ഥിരമായി നമ്മൾ തടയിണകൾ പണിയുകയും അത് പൊട്ടുകയും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പ്രദേശത്ത് നിന്നാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കല്ലുകൾ നമുക്ക് കാണാം, പക്ഷേ അതെല്ലാം കടലുരുട്ടി ഒരു പ്രത്യേക രീതിയിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തടയിണ പണിതാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ഒരു നിശ്ചിത സമയത്തെങ്കിലും ഇത് കഴിഞ്ഞ വർഷം ഇട്ട സാധനങ്ങളാണ്. ഈ വർഷമൊന്നും ചെയ്തില്ല. ഈ വർഷം കളക്ടറിനെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ വാഗ്ദാനങ്ങളാണ് പ്രാവശ്യം ഉണ്ടായിരുന്നത്. 3 കോടിയെ ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻകാർ പോയി കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് എസ്റ്റിമേറ്റൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്, ഉടനെ വർക്ക് നടക്കുമെന്ന് പറഞ്ഞു. അതൊന്നും നടന്ന് കാണാത്തത് കൊണ്ട് വീണ്ടും ഞങ്ങൾ മെയ് ആദ്യവാരം ചെന്ന് ഈ തീരം അസോസിയേഷൻ്റെ നമ്പാടാണ്ട് വിട്ടു. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വർക്ക് ഉടനെ നടക്കും, 3 കോടി രൂപ ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ ടെൻഡർ നടക്കും. ടെൻഡർ പീരീഡ് 7 ദിവസം എന്നുള്ളത് ഈ പ്രത്യേകകാല
നോക്കിക്കൊണ്ട് 3 ദിവസമായി ഞാൻ കുറച്ചിട്ടുണ്ട്, അതിന് വർക്ക് ഉടനെ നടക്കും എന്നും പറഞ്ഞ് അത് കേട്ട് ഞങ്ങൾ പോന്നതാണ്. പുള്ളിയുടെ ഈ സ്ഥലം സന്ദർശിക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു കളക്ട്. പക്ഷെ പുള്ളി വന്നിട്ടുമില്ല. മറ്റേ ഈ പറഞ്ഞ ഈ 3 കോടി ഉണ്ടായിട്ടും ആളുകളിവിടെ വെള്ളത്തിൽ ഫണ്ടുണ്ടായിട്ട് പോലും ഇവിടെ കിടന്ന് ഒഴുകുകയാണ് ചെയ്തത്. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് പറയാനുള്ളത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ ഒരാളും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ ജനപ്രതിനിധികൾ ഉണ്ടല്ലോ, ഇവിടെ MLA ഉണ്ട്. ഈ ബാഗ് വെച്ച് തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ പഞ്ചായത്ത് ഉപരോധിച്ചിട്ടാണ് പ്രസിഡന്റിൻ്റെ വാർഡാണിത്. പ്രസിഡന്റിൻ്റെ വാർഡിൽ ഞങ്ങൾ ഉപരോധ സമരം നടത്തി. പ്രസിഡന്റ് അസോസിയേഷൻ്റെ അത് കഴിഞ്ഞപ്പോൾ കേസ് നടക്കുന്നുണ്ട്. അതിപ്പോൾ അച്ഛൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കേസിൽ കോടതിയിൽ ഇവിടുത്തെ അവസ്ഥ കൃത്യമായി പഞ്ചായത്തിനോടൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതും കൂടി ഒരു ഗുണമായിട്ടൊക്കെ വരാം. ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോ സഹിതം ഫോട്ടോ എടുത്ത് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഫോട്ടോ സഹിതമാണ് കളക്ടറെ കണ്ട് സംസാരിക്കുന്നത്. പൊതുവെ ആളുകളുടെ കാരണം ചെല്ലാനത്ത് അത്രയും പണി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ സുരക്ഷിതമായി, ഇനി പ്രശ്നമില്ല എന്നുള്ളതാണ്. പ്രശ്നമുണ്ടെന്ന് കളക്ടർക്ക് അറിയാമല്ലോ. അങ്ങനെ വേഷപ്പെടുത്തിയിരിക്കണേ ആര് പറയുന്നത് ഞങ്ങളെ ഉദയിക്കേണ്ട. കഴിഞ്ഞ വർഷം പുള്ളി ആ അറ്റം മുതൽ പുത്തൻതോട് വരെ നടന്ന് ഞങ്ങളുടെ കൂടെ നടന്നു വന്ന് എല്ലാം കണ്ടതാണ്. ഈ പൊളിഞ്ഞ വീടുകളെല്ലാം അവർ സന്ദർശിച്ചാണോ എന്നാണ് പറയുന്നത്. ചെല്ലാനോ എന്നുള്ള മീഡിയയിൽ അങ്ങനെ പേര് തന്നെ വ്യത്യാസം. അവിടെയും ചെല്ലാനും ചെല്ലാനെന്ന് പറയും, അവിടെ ചെയ്ത് കാണിക്കും. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് നിന്നുള്ള ഇതിലേക്ക് പറഞ്ഞിട്ട് അവര് ചെല്ലാനും പറയുന്നത് അത് പറയരുത്. ആ മീഡിയയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ചെല്ലാനും പഞ്ചായത്ത് എന്ന് പറയണം. ചെല്ലാനും വേറെ, ചെല്ലാനും പഞ്ചായത്ത് വേറെ. പഞ്ചായത്തില് 10ാം വാർഡ് മുതൽ വടക്കോട്ട് ജനതയുടെ തേരു തെളിക്കാൻ ജന്മമെടുത്തൊരു പ്രസ്ഥാനം. പോരാട്ടത്തിൻ നാൾ വഴിയിൽ പുതുഗാഥ രചിച്ചൊരു കർമ്മമുഖം. KLCA ലത്തീൻ സഭയുടെ അഭിമാനം. മുന്നിൽ നിന്നു നയിച്ചു നമ്മൾ, പിന്നിൽ നിന്നൊരു ജനതയെ നേടിയെടുത്തു അവകാശങ്ങൾ ഒന്നൊന്നായി സോദരരെ. മുന്നോട്ടിനിയും ദൂരമതേറെ താണ്ടിടുവാൻ, തണലായിടുവാൻ ഒന്നായണയൂ ഈ കൊടിക്കീഴിൽ. നെഞ്ചകമേറ്റാമീ നാമം